അതില് ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ്. പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, പിടിയിലാവുമെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ? പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ, അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ആരോപണം വന്നവിടെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം CPM-ന്റെ MLA അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ സമാനമായ ആക്ഷേപം ഉയർന്നിട്ട് CPM-ന്റെ ഭാഗത്തും അത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ആണ് അതിലൊരു മാതൃകാപരമായ നിലപാടെടുത്തത് എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടായിട്ടത് മാറി. അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അരക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാള് ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാള് ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കിനോ? പുറത്താക്കപ്പെട്ടിനോ? ഈ MLA-മാരായിട്ടുള്ള ചിലര് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവര്? രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ? ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ, മഹത്തായ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ. ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ? അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ. അല്ല, ഇതൊക്കെയാണല്ലോ ഞാനും പറഞ്ഞത്. അതിന് ശേഷമുള്ളതാണല്ലോ ഞാനും പറഞ്ഞത്. നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. പരാതി പരിശോധിച്ചാലേ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം
ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ. എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ? ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. അങ്ങനെ ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത്? അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഭാഗമായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ പറഞ്ഞ വെട്ടുകിളികൾ രംഗത്ത് വരുന്നത്? ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം, എന്തെല്ലാം ആക്ഷേപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ. നിങ്ങൾ ചില ആളുകളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല, ചിലയിടത്തുണ്ടായല്ലോ മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം? ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കും ഇങ്ങനെ? അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിൽ ഒരാൾ എന്ന് പറയാവുന്നയാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നുകൂടാ? നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ്? ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല, ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല, അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത്? അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നമുക്ക് ആ വിഷയം വിടാ കേട്ടോ, അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.